ആന്റണി, 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 എന്താടത്? കണ്ണടക്കാൻ സമ്മതിക്കില്ല. ഉറങ്ങുമായിരുന്നു. അത് ശരി. എന്താ വിച്ചുമ്പയൊക്കെ പറഞ്ഞിട്ടായിരുന്നു അതുകൊണ്ട് വിളിച്ച? ഉറങ്ങൂലടാ, ഞാൻ ഇങ്ങനെ കണ്ണടച്ച് ലഹരി ആസ്വദിക്കുമല്ലോ. എൻജോയ് മാൻ. മാർട്ടി, ഓ നമ്മൾ അന്നായി ഉദ്ദേശിച്ചു കഴിഞ്ഞു. അല്പനേരം കണ്ണടച്ച് ഇങ്ങനെ റിലാക്സ് ചെയ്യണം. എല്ലാവരും വിചാരിക്കും നമ്മൾ ഉറങ്ങുവാണ്, പക്ഷെ നമ്മൾ ഉറങ്ങുമല്ല. നമുക്ക് ഇങ്ങനെ വേറെ ലോകത്തോടി സഞ്ചരിക്കാൻ പറ്റും. മനസ്സിലായോ? എന്നിട്ട് ബാക്കി പറ. എന്നിട്ടെന്താ, ഞാൻ അവളെ കൊണ്ട് നേരെ എൻ്റെ റൂമിലേക്ക് പോയി. എന്നിട്ട് 1 മണിക്കൂർ അവളുമായിട്ട് സംസാരിച്ച് അവളെ പറഞ്ഞും വിട്ടു. 1 മണിക്കൂർ അവളുമായിട്ട് സംസാരിച്ച് അവളെ പറഞ്ഞു വിട്ടുന്നു. നിന്റെ കാര്യം ഓർത്ത് എനിക്ക് സഹതാപെന്നോട് ജോണേ. എനിക്ക് നിന്റെ സഹതാപമൊന്നും വേണ്ട. ഒരു പെണ്ണിനെ പിക്ക് ചെയ്ത് 1 മണിക്കൂർ അവളുമായി സംസാരിച്ച് അവളെ പറഞ്ഞയക്കൽ ഇപ്പം എന്താ കുഴപ്പം? അവളോട് ഇത്രയും മാന്യമായിട്ട് പെരുമാറിയ ഒരു വ്യക്തി അവൾ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. ദാറ്റ്സ് റൈറ്റ് ബ്രോ. താങ്ക്സ് ബ്രോ. അവളുടെ ജീവിതത്തിൽ ഏറ്റവും മോശപ്പെട്ട രാത്രി നിന്നോടായിരിക്കും ജോണേ. നിനക്ക് വേണമെങ്കിൽ പറ, ഞാനവിടെ ട്രൈ ഇല്ലായിരുന്നു. നീ വിഷമിക്കണ്ട, അവൾ ഹാപ്പിയായിട്ട് തന്നെയാണ് പോയത്. അവൾ ചോദിച്ചുള്ള ക്യാഷും കൊടുത്തു. ബേസിക്കലി എല്ലാം പണത്തിന് വേണ്ടിയാണല്ലോ. അതെ, ചന്തയിൽ വിൽക്കുന്ന ഏതൊരു മാംസവും വാങ്ങി ഭക്ഷിക്കാമെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. അതിന് മിനിട്ടോ തിന്നേയില്ല, വേണ്ടോട്ടോ കൊടുക്കത്തുമില്ല. അതിപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. ചിലർക്ക് സംസാരിച്ചിരിക്കാൻ എനിക്ക് ഇഷ്ടം. ബോംബെയിൽ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, ആളൊരു ഡീസ. അവനെ ഇറക്കുറ ഇങ്ങനെ. ജോണേ, നീ സത്യം പറ, നീ അവളെ ഒന്നും ചെയ്തില്ലേ? നീ അവളെ ഒന്നും ചെയ്യാതെ പറഞ്ഞു വിട്ടെന്ന് വിശ്വസിക്കാൻ മാത്രം പൊട്ടനല്ല ഞാൻ. ഒന്നും ചെയ്തില്ലേന്ന് ചോദിച്ചാൽ പോരട്ടെ. ഞാൻ അവളെ കൊണ്ട് എൻ്റെ ബോഡി മുഴുവനും ഒന്ന് മസാജ് ചെയ്യിപ്പിക്കും. വെറും ഒരു മസാജോ? ആടാ, വെറും ഒരു മസാജ്.
ഓ ഷീ വാസ് സോ ക്യൂട്ട് മാൻ. നിനക്കെങ്ങനെ തോന്നില്ല ആ കൊച്ചിനെ കൊണ്ട് മസാജ് ചെയ്യിക്കാൻ? ആൻഡോ നിനക്കറിയാഞ്ഞിട്ടാ അളിയ സെക്സ് ചെയ്യുന്നതിനേക്കാളും സുഖമാണ് ഒരു ഫുൾ ബോഡി മസാജ്. ആ എന്തോ എനിക്കങ്ങനെ തോന്നില്ല. ആ എനിക്ക് തോന്നിയില്ല. ഇവിടുത്തെ മസാജ് കളറൊക്കെ പക്ക ഫേക്കാണ്. പട്ടായ പോലും സത്യം പറഞ്ഞാൽ വേസ്റ്റാണ്. നല്ല മസാജ് കിട്ടണേ ഗോവിക്കാനോ. അതിന് നീ പോയിട്ടുണ്ടോ? ഉണ്ട് കേട്ടോ. ആൻഡോ പിന്നെ അടിച്ചതിൻ്റെ വല്ലതും വെച്ചിരിക്കണ്ടോ? എന്തിനാടാ? ഏതായാലും ഈ നൈറ്റ് വീഡിയോ ഡ്രൈവ് ഉണ്ട്. എനിക്ക് ഇങ്ങനെ ഇരിക്കണ്ട, ഇങ്ങനത്തെ സാധനം എനിക്കുണ്ട്. നടക്കും, നമുക്ക് വഴിയുണ്ടാക്കാം. ഹലോ. എന്തു പറ്റി? ആരെ അന്വേഷിക്കുന്നേ? ഇല്ല, എൻ്റെ ഫ്രണ്ട്സ് ഇവിടെ എവിടെ ഉണ്ട്, ഞാൻ അവരെ നോക്കുമായിരുന്നു. ഹെൽപ്പ് എന്തെങ്കിലും വേണോ? വേണ്ട, കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാം. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടിനെ തിരക്കി ഇറങ്ങിയതാ. അവനിവിടെ വരാമെന്നാ പറഞ്ഞേ. ശരി, നിങ്ങളവരെ കണ്ടുപിടിക്കുക, ഞാനും അവനെ നോക്കട്ടെ. ഇവിടെയാണ്? ഇതൊരു ഓപ്പൺ പ്ലേസ് അല്ലേ? നീ ഇതിന് ഇവിടെ വന്നിട്ടുണ്ടോ? ഇല്ല. എന്നാൽ ഇതുവഴി അങ്ങനെ ആരും വരാറില്ല. അതെന്താടാ? ഈടാ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ 2 ചെറുപ്പക്കാർ സ്ഥിരമായിട്ട് വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഒരു ദിവസം നാട്ടുകാരെ അവരെ കയറി അങ്ങ് വളഞ്ഞു. അവരിവിടെ എന്തോ മറ്റേ പരിപാടിക്ക് വന്നിരിക്കുകയെന്ന് പറഞ്ഞ് അവരെ കയറി അങ്ങ് നാണം കെടുത്തി കളഞ്ഞു. അതിൽ വിഷമം കയറി അവർ തൊട്ടടുത്ത ദിവസം ഇവിടെ തന്നെ അങ്ങ് ആത്മഹത്യ ചെയ്തു. അതിനുശേഷം ഈ വഴിക്ക് അങ്ങനെ ആരും വരാറില്ല. അവർ ഗേ ആയിരുന്നോ? ആ, ആർക്കറിയാം, ആയിരിക്കാം, അല്ലായിരിക്കാം. ഇതൊക്കെ ആര് നോക്കുന്നു? ഗുണ്ടൽപ്പെട്ടിയിൽ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, ആളൊരു ഗേയാ. ഈ അടുത്തവൻ്റെ കല്യാണം കഴിഞ്ഞ ഫോട്ടോ ഉണ്ട്, ഞാൻ കാണിക്കാം. അതവിടെ നിൽക്കട്ടെ. ജോണേ, നീ ഫോൺ എടുത്ത് ആളെ വിളി. എന്നിട്ട് പറ അവനെ കിട്ടി, ക്യാഷ് കിട്ടിയില്ല. ക്യാഷിൽ ഈ ഇരിക്കണം. ഇടയിൽ ഇതിൽ 6 ലക്ഷം രൂപയുണ്ട്. ക്യാഷ് നമ്മൾ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ കിട്ടിയില്ല, മനസ്സിലായോ? 6 lakhs divided by 4, 1.5 each. നീ ആളെ വിളി. നീ എന്താ ആലോചിക്കുന്നത്? ഞാൻ നീ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ആലോചിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞ എന്ത് കാര്യം? നീ കാറി വെച്ച് പറഞ്ഞില്ലേ? കാറി വെച്ച് എന്ത് പറഞ്ഞു? ഈടാ സെക്സ് ചെയ്യുന്നതിനേക്കാളും സുഖം ഫുൾ ബോഡി മസാജൊന്നും. ആൻഡോ, ഞാനത് ചുമ്മാ പറഞ്ഞല്ല, ഉള്ള കാര്യമാണ്. എന്നോട് ആരാ പറഞ്ഞു? ഞാൻ ചെയ്തിട്ടുണ്ട്. എടാ, എന്തും വേണ്ടി പെണ്ണുങ്ങളെ ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്. ഒരുത്തി പോലും എനിക്കിത് ചെയ്തു തന്നില്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്. ചെയ്തിരണേ ചോദിക്കണം. നീ ചോദിച്ചിട്ടുണ്ടോ? അതില്ല. പിന്നെങ്ങനെ? അതിന് വല്ലപ്പോഴൊക്കെ ഒരു വെറൈറ്റി ഒക്കെ ട്രൈ ചെയ്യും. അതങ്ങനെ നീ ഒരുമാതിരി പടക്കയുടെ ബീഡി അറിഞ്ഞ പോലെയല്ലേ പെണ്ണുങ്ങളോട് പെരുമാറുന്നത്. എടാ, പെണ്ണുങ്ങളോട് ഞാൻ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. നിങ്ങൾ 3 പേരും ചെയ്ത കാര്യം എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. നിനക്ക് അതിൽ തന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? ഈ പരിപാടി ഒന്ന് കഴിഞ്ഞോട്ടെ, നമുക്ക് നേരെ കോഴിക്ക് പോയിക്കാം. നിന്റെ കേസ് ഞാൻ കൈകാര്യം ചെയ്താൽ പോരെ? ഡോണ്ട് വറി മാൻ, ഐ ആം വിത്ത് യു. അതൊക്കെ ഓക്കെ, പക്ഷെ വേറൊരു കാര്യം, ഇത് നമ്മൾ രണ്ടാളും അറിയുള്ളൂ, അവന്മാർ ഇതറിയരുത്. അതിന് ഞാനേ അറിയുന്നില്ലല്ലോ. എന്താടാ സെറ്റ്? 1.5 each. മാർട്ടി,
ഡാ അവനോ? അവനോട് ഇരിക്കട്ടെ, ഇതിപ്പോൾ കഴിയില്ലേ? ആൻറ്റോ, ആൻറ്റോ, കിട്ടിയോ? കിട്ടി. ആപ്പിൾ ഹോംസിൽ നിന്ന് ഓക്കെ. റൂം എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. ക്യാഷ് കിട്ടിയോ? ക്യാഷ് കിട്ടിയിട്ടില്ല സാർ. സാറ് ടെൻഷൻ അടിക്കണ്ട, ഞങ്ങൾ തപ്പെടുത്ത് തരാം. ക്യാഷ് നിങ്ങളൊന്നുകൂടി ഒന്ന് നോക്ക്. അത് അവൻ്റെ കയ്യിൽ തന്നെ കാണും. അവന് ചിലവാക്കാൻ സമയമായിട്ടില്ല. ഒരു കാര്യം ചെയ്യും, അവിടുത്തെ കാര്യം കഴിഞ്ഞ് നിങ്ങൾ നേരെ ഹോട്ടലിലേക്ക് പോരെ. ബാക്കി ഇവിടെ സെറ്റിൽ ചെയ്യാം. ഇനി ഫോണിൽ വിളിക്കണ്ട. ഓക്കെ സാർ. ഇത് നമ്മൾ രണ്ടാൾ അറിയാവുള്ളൂ, അവന്മാർ ഇതറിയരുത്. അതിന് ഞാനേ അറിയുന്നില്ലല്ലോ. എന്താടാ? സെറ്റ് 1.5 ഇഞ്ച്. മാർട്ടി, ഇനി നീ എന്നെ കാത്തിരിക്കണ്ട, ഞാൻ വരില്ല. നിന്റെ സ്നേഹമോ നീ എനിക്കായി കണ്ടെത്തിയ പണമോ എന്നെ രക്ഷിക്കുമെന്ന് തോന്നുന്നില്ല. ആ നാളുകളും ഓർമ്മകളും ഞാൻ കൊണ്ടുപോകുന്നു. പ്രതീക്ഷകൾ അവസാനിച്ച് നിരാശയാൽ നിന്നെ അഭിമുഖീകരിക്കുവാൻ എനിക്കാവില്ല. നമ്മുടേതായ നിമിഷങ്ങളേറെ ഉണ്ട് മനസ്സിൽ. മനുഷ്യരെ, സമൂഹത്തെ, അവരുടെ മുന്നിലുള്ള ചോദ്യങ്ങളെ, അങ്ങനെ ഒന്നിനെയും പേടിക്കേണ്ടാത്ത ലോകത്ത് നിനക്കായി ഞാൻ കാത്തിരിക്കും. കപട ലോകത്തിൻ്റെ സദാചാര കണ്ണുകളിൽ നാം എന്ന കുറ്റക്കാർ മാത്രമാകും. നമ്മൾ അവസാനമായി കണ്ട ആപ്പിൾ ഹോംസിൻ്റെ 24 നമ്പർ മുറിയിൽ ഞാൻ ഉറങ്ങുന്നുണ്ടാകും. നിന്നെ സ്വപ്നം കണ്ടു.